ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സമീപകാലത്ത് മോശം പ്രകടനമാണ് നടത്തുന്നത്. അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് ഗംഭീറിനും രോഹിത് ശർമ്മക്കുമാണ്. മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ പേരിലും വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. പ്രധാനമായും സഞ്ജു സാംസനെ ഉൾപ്പെടുത്താത്തത് വലിയ വിവാദമായിട്ടുണ്ട്. ഗംഭീറിനെ സഞ്ജുവിനെ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടായിരുന്നു, എന്നാൽ രോഹിത്തും അഗാർക്കറും അതിന് തടസ്സം നിന്നു. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റൻ ആക്കാൻ ഗൗതം ഗംഭീറിന് താല്പര്യമുണ്ടായിരുന്നു, എന്നാൽ രോഹിത്തും അതുപോലെ തന്നെ അഗാർക്കറും തടസ്സം നിന്നു. ശുഭ്മാൻ ഗില്ലാണ് പിന്നീട് വൈസ് ക്യാപ്റ്റൻ ആയത്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഗംഭീറും രോഹിത്തും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുകൾ അഭിഷേക് ത്രിപാഠി ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ രോഹിത് ശർമ്മ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഗംഭീറിനും തനിക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, തങ്ങൾക്കിടയിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പരസ്പരം വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ രോഹിത് ശർമ്മ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കും ഗംഭീറിനും കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. ഇതിന് പിറകിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് എൻ്റെ മൈൻഡിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഉണ്ട്. ഞങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ അദ്ദേഹം ഞങ്ങളിൽ വിശ്വസിക്കുന്നു. കളിക്കളത്തിൽ ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ പറഞ്ഞിട്ടുള്ളത്. അതായത് പരസ്പരം വിശ്വാസം തങ്ങൾക്കുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇനി ഇംഗ്ലണ്ടിനെതിരെ 5 T20 മത്സരങ്ങളുടെ ഒരു പരമ്പരയാണ് ഇന്ത്യ കളിക്കുക. അതിനുശേഷമാണ് ഇംഗ്ലണ്ടിനെതിരെ 3 ഏകദിന മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നത്. അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി അരങ്ങേറും. ഫെബ്രുവരി 19-ാം തീയതി മുതൽ മാർച്ച് 9-ാം തീയതി വരെയാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.